ഞാനിന്ന് എനിക്ക് കുറച്ച് എല്ലാ സ്ഥലത്തും പല രീതിയിലായിരിക്കും മീൻ പറയുന്ന പേര്. ഞങ്ങൾക്ക് ഇവിടെ അറിയപ്പെടുന്നത് നത്തളെന്നാണ്. നത്തൾ ഇന്ന് എങ്ങനെയാണ് മാങ്ങ ഇട്ട് കറി വെക്കുക എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് കുറച്ച് നത്തൾ മീൻ കിട്ടി, പക്ഷേങ്കിൽ അതത്ര നല്ല ഫ്രഷായ മീനല്ലായിരുന്നു. ഒരു 250 ഗ്രാം നത്തളേ ഞാനിന്ന് മേടിച്ചിട്ടുള്ളൂ. ആ നത്തൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ എനിക്ക് ഒരു മാങ്ങ കിട്ടി. ആ മാങ്ങ കുറച്ച് പഴുത്ത് പോയി, എന്നിരുന്നാലും അതിൻ്റെ പുളി നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ തിന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ മാങ്ങയും കൂടെ വെച്ചിട്ട് നത്തൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാനത് സെറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ വെച്ചു. നത്തൾ വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. മാങ്ങ കഷ്ണങ്ങൾ ഞാൻ ഇച്ചിരി മുഴുപ്പിലാണ് ശരിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. നോക്കിയേ, 2 കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കരിവേപ്പില. ഇത്രയും സാധനങ്ങളാണ്. മറ്റേ ചെറിയുള്ളി ഞാൻ അത് വറുത്തിടാൻ വേണ്ടി, കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും ഐറ്റംസ് ചേർന്നാണ് ഞാൻ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഐറ്റംസാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു തേങ്ങയിൽ ഒരു അരമുറി തേങ്ങായും കൂടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങാമുറിയുടെ ഒരു അരമുറി തേങ്ങായും കൂടെ ചിരണ്ടി എടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഈ തേങ്ങാ മുറി ചിരണ്ടി അത് വേറെ സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഉണ്ടോ, ആദ്യം ഇഞ്ചി ഇട്ടു, തേങ്ങ ഇട്ടു, അതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടു, പിന്നെ അതിനകത്തേക്ക് ഒരു 2-3 കരിവേപ്പിലയും കൂടി ഇട്ടു. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ എടുത്ത് വെച്ച ആ പൊടികളെല്ലാം കൂടി ഇട്ടു. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ തിളപ്പിച്ചാറിയ ചൂടുവെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ആ ജാറിനകത്തേക്ക് അതിന് കണക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നികക്കെ ഇതിന് കണക്കാക്കി നികക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നൈസായിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം ഞാനൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു കുഞ്ഞു തവി വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് ഈ തേങ്ങായ അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ കൂടി മുളകും മല്ലിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് അത് ഈ കടായിക്കകത്തേക്ക് ഞാൻ വെള്ളം ചേർക്കാതെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ആ അരപ്പ് ഞാൻ ഈ കടായിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അടുത്ത കാണിക്കുന്ന സ്റ്റെപ്പ്. എന്നിട്ട് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ആ കടായി കിടന്ന് നന്നായിട്ട് നമ്മൾ തവി കൊണ്ട് ഇളക്കി കൊടുത്ത് അരപ്പിൻ്റെ എന്താ പറയണ്ടേ, അരപ്പിനകത്തെ ആ വെള്ളമയം മാറുന്ന വരെ നമ്മൾ ആ അരപ്പിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ ആ പിന്നെ എന്താ പറയണ്ടേ, വെള്ളം അതിനകത്തുനിന്ന് പറ്റി ഒരു കുറുകി വരുന്നൊരു പാകമുണ്ട്. ആ പാകമാകുമ്പോഴത്തേനും നമ്മൾ അതുവരെ ഇളക്കി നന്നായിട്ട് കടായിയുടെ മൂട്ടിൽ പിടിക്കാതെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി നല്ല കണ്ടോ, നല്ല പൊങ്ങി വരുന്നത് കണ്ടോ, ശരിക്കും നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിനിങ്ങനെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കും. ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ഈ വെള്ളം പറ്റുന്നതിൻ്റെ. അങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പറ്റിക്കഴിയുമ്പോൾ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാങ്ങയാണ്. അതിനകത്തേക്ക് നന്നായിട്ട് കുറുകി വരുന്നത് കണ്ടോ, അരപ്പ് നന്നായിട്ട് കുറുകി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നന്നായി കുറുകി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അരപ്പ് നന്നായിട്ട് കുറുകി വരുന്നതിനെക്കുറിച്ച് നോക്ക്.
കുറുകി വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് നമ്മൾ അതിനകത്തേക്ക് തിളപ്പിച്ചാറിയ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ പച്ചവെള്ളം ഒരിക്കലും ചേർക്കാറില്ല. കാരണം പച്ചവെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആകും. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ, മീൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അരപ്പ് മൂപ്പിച്ചൊക്കെ ഇടുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മീൻ കറിക്കുള്ള തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഈ അരപ്പ് മൂക്കുന്നതനുസരിച്ച് തിളപ്പിച്ചാറിയ വെള്ളം തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറു ചൂടോടുകൂടി ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്തത്. അത് ഏത് ഫിഷ് കറി വെക്കുമ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. പച്ചവെള്ളമായിരിക്കും ചിലപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ വറുത്തുകൊണ്ടിരിക്കുന്ന ആ പാകത്തിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നല്ല അതിൻ്റേതായ ആ തിക്നെസ്സോടു കൂടി നമുക്ക് നല്ല സ്മൂത്തി ആയിട്ടുള്ള അരപ്പ് നമുക്ക് കിട്ടും. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പച്ചവെള്ളം ചേർക്കാറില്ല. ചെറു ചൂടുവെള്ളമാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളതിനെ അരപ്പിനെ നന്നായിട്ട് ഇളക്കി നല്ല പരുവത്തിലാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഉപ്പ് ഞാൻ ഈ ഇളക്കിയ ഈ അരപ്പിനകത്തേക്കാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എല്ലാവരും മീനിട്ട് മാങ്ങായും ഇട്ടതിന് ശേഷമാണ് ഉപ്പിടാറുള്ളത്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ അരപ്പിനകത്താണ് ഉപ്പിടുന്നത്. കാരണം അരപ്പിനകത്ത് നന്നായിട്ട് ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന മീനും മാങ്ങയ്ക്കുമൊക്കെ നല്ല ഉപ്പ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഞാൻ അരപ്പിനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ വീണ്ടും അരപ്പിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫുൾ ടൈം ഇളക്കണമെന്നൊന്നുമില്ല. നന്നായിട്ട് നമ്മളതിനെ കൂട്ടിച്ചേരുന്ന രീതി കണ്ടോ, നല്ല കുറുകിയ ഒരു അരപ്പല്ലേ നമുക്ക് കിട്ടുന്ന. വെള്ളം വേണം ചേർക്കാം. അതിനകത്തേക്ക് ഞാൻ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. മാങ്ങാ കഷ്ണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങാ കഷ്ണം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ ആദ്യം മീനൊന്നും ഇട്ട് കൊടുക്കുക, ഒരുമിച്ചിടില്ല. മാങ്ങാ കഷ്ണം നല്ലോണം തിളച്ച് ആ അരപ്പിനകത്തേക്ക് അതിൻ്റെ പുളി അങ്ങ് ആകുന്നിടം വരെ ഒരു ചെറിയ രീതി കണ്ടോ അത് നല്ലോണം തിളയ്ക്കാനാണ് അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേന് ഈ മാങ്ങയുടെ കഷ്ണത്തിലുള്ള പുളി അതിനകത്തേക്ക് അരപ്പിനകത്തേക്ക് വരും. അങ്ങനെ അരപ്പിനകത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ മീൻ നല്ല ടേസ്റ്റായിട്ട് ആ മീനിലെല്ലാം പിടിക്കും കണ്ടോ. അതിന് ശേഷം ഞാൻ ആ മീൻ ഇട്ട് കൊടുത്തു. മീൻ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മീനും കൂടെ കൂടി അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ അത് ഇളക്കി എല്ലാം സെറ്റ് ചെയ്ത് തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുവാണ്. അത് തിളച്ചിങ്ങനെ ഇരിക്കുന്നതിന് സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതിന് നമ്മൾ വറവിടാനുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചു. അതിന് ചെറിയുള്ളി ഒരു 3-4 പീസ് എടുത്തു. കുറച്ച് ഉലുവായും കുറച്ച് കടുകും കറിവേപ്പിലയുമാണ് ഞാൻ ഇതിന് കടുക് വറുക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ മീൻ അടച്ച് വെച്ച് മൂടി വെച്ച് അതിന് വേകാൻ വേണ്ടിയിട്ട് ചെറു തീയിൽ ഞാൻ കടായിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എടുത്തു, അതിന് വെച്ചു. ഉണ്ടോ കുറച്ച് ഇത്രയും ഉലുവ എടുത്തു. ഉലുവ പൊടി ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്, വറുത്ത് പൊടിച്ച പൊടി ഇടുന്നതാണ് ഏറ്റവും മീൻകറിക്ക് നല്ലത്. പക്ഷേ എൻ്റെ അടുത്ത് പൊടി ഇല്ലാതിരുന്നതിനാൽ ഞാൻ എന്ത് ചെയ്തു, നല്ല ഉലുവ തന്നെ ഞാൻ കടുക് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചു. എപ്പോഴും നമ്മൾ മീൻകറിക്ക് ഒരിച്ചിരി ഉലുവ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കടായി അടുപ്പിലോട്ട് വെച്ചു, വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു. അതിനുശേഷം ഉലുവ ഇട്ട് പൊട്ടിച്ചു. ആദ്യം ഞാൻ ഉലുവ ഇട്ടാണ് ഞാൻ പൊട്ടിക്കാറ്. അതിന് ശേഷമേ ഞാൻ കടുക് അതിനകത്തേക്ക് ഇടുള്ളൂ. ഉലുവ പൊട്ടിക്കഴിഞ്ഞ പാടെ ഞാൻ കടുക് ഇട്ടു. കടുക് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഉള്ളി അരിഞ്ഞതിട്ടു. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ കറി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒഴിച്ചു. കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കണ്ടോ, നല്ല രസമാണ് ഈ കറി. ചോറിന് കൂട്ടാനും അപ്പത്തിന് കൂട്ടാനും നല്ല കറിയാണ്. എന്തിനും നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാനും ഒക്കെ നല്ല സ്വാദിഷ്ടമായ കറിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.